സോ ഹായ് ഗൈസ്, സാംസങ് ഗാലക്സി S21 FEയിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് തന്നിട്ട് സാംസങ് ഇതിൻ്റെ ക്യാമറ ക്വാളിറ്റി നശിപ്പിച്ചു. ലൈക്ക് മെയിൻലി ഇതിൻ്റെ ടെലിഫോട്ടോ ലെൻസ്. അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇതിലൊരു ഗൂഗിൾ ക്യാമറയുടെ മോഡ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കട്ടെ. യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് റിസൾട്ട്സ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ ഗൂഗിൾ ക്യാമറയുടെ മോഡിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അവിടുന്ന് പോയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ ഇതിൽ വൈറസ് ഒന്നും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം. അപ്പോൾ ഇപ്പോൾ തന്നെ പോയിട്ട് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ വീഡിയോ മുഴുവൻ കാണുക, ഫോട്ടോ സാമ്പിൾസ് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം പോയിട്ട് ഈ ഗൂഗിൾ ക്യാമറയുടെ മോഡ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഗൂഗിൾ ക്യാമറ ഒന്ന് ഓപ്പൺ ചെയ്യട്ടെ. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഇങ്ങനെയൊക്കെയാണ് കാണുന്നത്. പോർട്രേറ്റ്, ഫോട്ടോ, നൈറ്റ് മോഡ്, പാനോറമ, പിന്നെയും കുറേ ഓപ്ഷൻസ് കാണുന്നുണ്ട്. ഫോട്ടോസ്ഫിയർ. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻലി പറയാൻ പോകുന്നത് ഇതിൻ്റെ ഫോട്ടോ മോഡിൽ പോകുകയാണെന്ന് വെച്ചാൽ നമുക്ക് 1x-ലും 2x-ലും നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റും. കണ്ടില്ലേ, 1x-ലും ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷേ എടുക്കാൻ പറ്റാത്തത് നമുക്ക് 0.5x-ലാണ്. 0.5x-ൽ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുകയാണെന്ന് വെച്ചാൽ 0.5x പറഞ്ഞാൽ വൈഡ് ആംഗിൾ ക്യാമറ. വൈഡ് ആംഗിൾ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ വിചാരിക്കുകയാണെന്ന് വെച്ചാൽ ഈ ക്യാമറ ആപ്പ് ക്രാഷ് ആവുന്നതാണ്. അതുകൊണ്ട് ഇതിൽ എടുക്കാതിരിക്കുകയാണ് ഭേദം. അഥവാ നിങ്ങൾ ആക്സിഡൻ്റലി 1.5x-ൽ ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ക്യാമറ ആപ്പ് ക്രാഷ് ആവും. പിന്നെ ഓപ്പൺ ചെയ്യുമ്പോൾ പിന്നെയും ക്രാഷ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, സെറ്റിങ്സിൽ പോവുക, ആപ്പിൽ പോയിട്ട് ഗൂഗിൾ ക്യാമറ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലിയർ ഡാറ്റ കൊടുക്കുക. അപ്പോൾ പഴയമാതിരി ആവും. ഓക്കെ, അതേമാതിരി പോർട്രേറ്റ് മോഡിൽ പോവുക. പോർട്രേറ്റ് മോഡിൽ പോയി കഴിഞ്ഞിട്ട് 1.5x നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുക, 3x-ലും നിങ്ങൾക്ക് ഫോട്ടോ എടുക്കുക. ഓക്കെ, അതേമാതിരി നൈറ്റ് മോഡിലും നമുക്ക് 1x-ൽ ഇതുമാതിരി ഫോട്ടോ എടുക്കാൻ പറ്റും. കണ്ടില്ലേ, അതേമാതിരി 2x-ൽ നമുക്ക് ഇതുമാതിരി ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ വന്നാലോ, ഫ്രണ്ട് ക്യാമറയിൽ വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ഫോട്ടോ മോഡിൽ നമുക്ക് 1x ആൻഡ് 1.4x-ൽ ഇതുമാതിരി ഫോട്ടോ എടുക്കാൻ പറ്റും. അതേമാതിരി നൈറ്റ് മോഡിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. അതേമാതിരി ബാക്ക് പോകാന്ന് വെച്ചാൽ പോർട്രേറ്റ് മോഡ് നമുക്ക് ഫ്രണ്ട് ക്യാമറയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. 1x-ലായിക്കോട്ടെ 2x-ലായിക്കോട്ടെ ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് മോഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡ്രോബാക്ക്. പിന്നെ ഈ ക്യാമറ ആപ്പ് കുറച്ച് ബഗ്ഗിയാണ്, കുറച്ച് സ്ലോ ഡൗൺ ഒക്കെ തോന്നിക്കും. എന്നാലും പിക്ചർ ക്വാളിറ്റി ഇംപ്രസീവ് തോന്നുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്യാമറ ആപ്പ് മോഡ് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, ഗൂഗിൾ ക്യാമറയിലും സ്റ്റോക്ക് ക്യാമറയിലും കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണ് ഇഷ്ടപ്പെട്ടതെന്ന് പിന്നെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം. അപ്പോൾ ആദ്യത്തെ ഫോട്ടോ നോക്കുകയെന്ന് വെച്ചാൽ ഇത് S21 FEന്ന് എടുത്ത ഫോട്ടോ ആണ്, ഒരു പൂവിൻ്റെ ഫോട്ടോ ആണ്. ഇതുണ്ടല്ലേ, ഭയങ്കര കോൺട്രാസ്റ്റ് ആയ ഫോട്ടോ ആണ് S21 FE എടുക്കുന്നത്. ഇതിൻ്റെ മെയിൻ ക്യാമറയിലാണ് ഇത് എടുത്തിരിക്കുന്നത്. അതേമാതിരി സ്ലൈഡ് ചെയ്യുമ്പോൾ ഇത് ഗൂഗിൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. കണ്ടില്ലേ, ഇത് നാച്ചുറലായിട്ടാണ് എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കാണുമ്പോൾ ഈ പൂവിൻ്റെ കളർ എന്താണ് അതേമാതിരി കളറാണ് ഇവിടെ കാണിക്കുന്നത് ഗൂഗിൾ ക്യാമറയിൽ. അപ്പോൾ നമുക്ക് നാച്ചുറൽ ഫോട്ടോസ് കുറച്ച് ഇഷ്ടമാണെങ്കിൽ ഗൂഗിൾ ക്യാമറ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അടുത്ത ഫോട്ടോ നോക്കുകയെന്ന് വെച്ചാൽ വേറൊരു പൂവ്. അപ്പോൾ ഈ പൂവ് S21 FEയിൽ എടുത്തതാണ്, മീൻസ് S21 FEയുടെ ക്യാമറയിൽ എടുത്തതാണ്. പിന്നെ ഇത് ഗൂഗിൾ ക്യാമറയിൽ എടുത്തതാണ്. എനിക്ക് പേഴ്സണലി ഇവിടെയും ഗൂഗിൾ ക്യാമറയുടെ ഫോട്ടോസാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. പിന്നെ എൻ്റെ ചോയ്സാണത്, അതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, ഞാൻ എൻ്റെ ചോയ്സ് പറയണമെന്ന് മാത്രം. പിന്നെ ഇത് 3x ടെലിഫോട്ടോ ലെൻസിലെടുത്തതാണ്. ഇത് S21 FEയിൽ എടുത്തതാണ്. ഇത് ഗൂഗിൾ ക്യാമറയിൽ എടുത്തതാണ്. എനിക്ക് ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണില്ല, രണ്ടും സെയിം ആയിട്ട് തന്നെ എനിക്ക് തോന്നിക്കണത്. അടുത്തത് ഇത് S21 FEയുടെ ടെലിഫോട്ടോ ലെൻസിലെടുത്തതാണ് ഈ ഫോട്ടോ. അതേമാതിരി ഇതും ഗൂഗിൾ ക്യാമറയിൽ എടുത്ത ഫോട്ടോ ആണ്. ഇത് കുറച്ച് കോൺട്രാസ്റ്റ് ആയതുകൊണ്ട് കുറച്ചുകൂടി ഐ പ്ലീസിങ് തോന്നുന്നുണ്ട് ഈ ഫോട്ടോ. പിന്നെ ഇത് കുറച്ച് നാച്ചുറൽ ആയതുകൊണ്ട് അത്ര ഐ പ്ലീസിങ് ഇല്ലെങ്കിലും ഇത് നാച്ചുറൽ ഫോട്ടോസാണ്. അടുത്തത് ഒരു ഇലയുടെ ഫോട്ടോ ആണ് എടുത്തിരിക്കുന്നത്, ക്ലോസപ്പ് ഷോട്ട്. S21 FEയിൽ ഇങ്ങനെയാണ് കാണുന്നത്, ഇത് ഗൂഗിൾ ക്യാമറയിൽ. അപ്പോൾ ഇതാണ് നാച്ചുറൽ ഫോട്ടോ. ഇനി അടുത്തത് നമുക്ക് എൻ്റെ ഫോട്ടോ നോക്കാം. അപ്പോൾ എൻ്റെ ഫോട്ടോ നോക്കുകയെന്ന് വെച്ചാൽ ഇത് 3x ടെലിഫോട്ടോ ലെൻസിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി. കണ്ടില്ലേ, ഇത് രണ്ടും S21 FEയുടെ സ്റ്റോക്ക് ക്യാമറയിൽ എടുത്തതാണ്, ഇത് ഗൂഗിൾ ക്യാമറയിൽ എടുത്തതാണ്. അപ്പോൾ ഗൂഗിൾ ക്യാമറയുടെ 3x ഫോട്ടോ എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കമ്പയർഡ് ടു S21 FE. കണ്ടില്ലേ, കുറച്ചുകൂടി നാച്ചുറൽ ഫോട്ടോസാണ് എടുക്കുന്നത്. പിന്നെ കുറച്ചുകൂടി ക്ലാരിറ്റി എനിക്ക് പേഴ്സണലി തോന്നിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ താഴത്തെ ഇതിൻ്റെ ഗൂഗിൾ ക്യാമറയുടെ ലിങ്ക് ഞാൻ വിടുന്നുണ്ട്, അത് പോയിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. പിന്നെ നിങ്ങൾ സ്വയം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഗൂഗിൾ ക്യാമറ നിങ്ങൾക്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതാണ് ഇൻസ്റ്റാൾ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.